ഹലോ മക്കളെ, നമ്മൾ ഇന്നലെ എടുത്ത ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷനാണല്ലോ എടുക്കുന്നത്. അതായത് ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്നുള്ള 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണെന്ന് പറഞ്ഞു. അതിലെ കൃഷിയും അതുപോലെ തന്നെ കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെയും കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ധാതുക്കളും ഇന്ത്യയിലെ തന്നെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യയിലെ കൃഷിയും കൃഷി അധിഷ്ഠിത വ്യവസായങ്ങളെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. അതേപോലെ തന്നെ ഇന്ന് നമ്മൾ എടുക്കുന്നത് ഇന്ത്യയിലെ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളെയും കുറിച്ചാണ് എടുക്കുന്നത്. അപ്പൊ ഇന്ത്യയിലെ ധാതുക്കൾ എന്ന് പറയുമ്പോൾ ധാതുക്കളെ രണ്ടായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് ലോഹധാതുക്കളെന്നും മറ്റൊന്ന് അലോഹധാതുക്കളെന്നും. നമ്മൾ പീരിയോഡിക് ടേബിൾ പഠിക്കുമ്പോൾ പഠിക്കാറുണ്ട് അല്ലേ. നമ്മുടെ ആദ്യമായിട്ട് ലാവോസിയർ ഈ നമ്മുടെ മൂലകങ്ങളെ രണ്ടായിട്ടാണ് തിരിച്ചത്. ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും തിരിച്ചുകൊണ്ടാണ് വർഗീകരിച്ചതെന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ. അപ്പൊ അതേപോലെ ധാതുക്കളെ നമുക്ക് രണ്ടായിട്ട് ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും തിരിക്കാം. ഇനി ഈ ലോഹധാതുക്കളിൽ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളതും ഇരുമ്പിന്റെ അംശമില്ലാത്തതുമുണ്ട് അല്ലെ. ഇരുമ്പിന്റെ അംശമുള്ള ലോഹങ്ങളും ഉണ്ട്, ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹങ്ങളും ഇല്ലേ. അപ്പൊ ലോഹധാതുക്കളെ തന്നെ ഇരുമ്പിന്റെ അംശമുള്ളവയെന്നും ഇരുമ്പിന്റെ അംശമില്ലാത്തവയെന്നും വീണ്ടും രണ്ടായി തിരിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങളെന്നും മറ്റുള്ള ധാതുക്കളെന്നും തിരിച്ചിരിക്കുന്നു. ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പെട്രോളിയം, കൽക്കരി പോലുള്ളതൊക്കെ ധാതു ഇന്ധനങ്ങളാണ് അല്ലെ. ബാക്കിയുള്ളവയെല്ലാം മറ്റു ധാതുക്കൾ എന്നും പറഞ്ഞ് തിരിച്ചിരിക്കുന്നു. അപ്പൊ ഇന്ത്യയിലെ ധാതുക്കളെ നമ്മൾ ആദ്യം തന്നെ രണ്ടായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നു, ലോഹധാതുക്കൾ എന്നും അലോഹധാതുക്കൾ എന്നും. ഇനി ഈ ലോഹധാതുക്കളെ തന്നെ എന്താണ് രണ്ടായി തിരിച്ചിരിക്കുന്നത്? ഇരുമ്പിന്റെ അംശമുള്ളവയും ഇരുമ്പിന്റെ അംശമില്ലാത്തവയും. ഇരുമ്പിന്റെ അംശമുള്ളവ എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് മാംഗനീസും അതുപോലെ തന്നെ ഇരുമ്പയിരൊക്കെയാണ്. മാംഗനീസ്, ഇരുമ്പയിരൊക്കെ ഇരുമ്പിന്റെ അംശമുള്ളവയാണ്. ഇരുമ്പിന്റെ അംശമില്ലാത്തതെന്ന് പറയുമ്പോൾ സ്വർണം, വെള്ളി, ചെമ്പ്, അലുമിനിയം അല്ലെ, അതൊക്കെ എന്താണ്? ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ്. ഇനി അലോഹധാതുക്കളിലാണ് ധാതു ഇന്ധനങ്ങൾ എന്നും മറ്റുള്ള ധാതുക്കൾ എന്നും തിരിച്ചിരിക്കുന്നു. അലോഹധാതുക്കളെ ധാതു ഇന്ധനങ്ങൾ എന്നും മറ്റുള്ള ധാതുക്കൾ എന്നും തിരിച്ചിരിക്കുന്നു. അത് ഓക്കെയോ, കിട്ടിയോ? ഇനി അടുത്തത് നമ്മൾ ഈ ഇരുമ്പയിരിനെ കുറിച്ചിട്ടും ഇരുമ്പുരുക്ക് വ്യവസായത്തെ കുറിച്ചിട്ടാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇരുമ്പുരുക്ക് വ്യവസായം തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പരുത്തി വ്യവസായത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷികാധിഷ്ഠിതമായിട്ടുള്ള വ്യവസായം പരുത്തി തുണി വ്യവസായമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. കാർഷിക അധിഷ്ഠിത വ്യവസായം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക അധിഷ്ഠിത വ്യവസായം പരുത്തി തുണി വ്യവസായമാണെന്ന് പറഞ്ഞു. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. മനസ്സിലായോ? നേരത്തെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം, കാർഷിക മേഖലയെ അധിഷ്ഠിതമായിട്ടുള്ള വ്യവസായം പരുത്തി തുണി വ്യവസായമാണ് അല്ലെ. അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ, ഒന്നാമത്തത് ഇരുമ്പയിര് അല്ലെ. ഇരുമ്പയിര് ഒന്നാമത്തത്. രണ്ടാമത്തത് കൽക്കരി വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കൽക്കരി ഖനികളുടെ അടുത്തായിട്ടാണ് ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലകളെല്ലാം കാണാം. കാരണം കൽക്കരി ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പ്രധാനപ്പെട്ട ഒരു അസംസ്കൃത വസ്തുവാണ്. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളിൽ ഒന്നാമത്തത് ഇരുമ്പയിര്, രണ്ടാമത്തത് കൽക്കരി, പിന്നെ മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഇത്രയും അസംസ്കൃത വസ്തുക്കൾ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമാണ്. എന്തൊക്കെയാണ്? ഇരുമ്പയിരും കൽക്കരിയും, പിന്നെ മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. പഠിച്ചു വെക്കണം. മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. ഈ ചുണ്ണാമ്പ് കല്ലൊക്കെ ഓപ്ഷനിൽ കാണുമ്പോൾ നമുക്ക് സംശയം വരുമല്ലോ, ഇത് എന്തിനാണ് ഇരുമ്പുരുക്ക് വ്യവസായത്തിനെന്ന്. അപ്പോൾ അത് സംശയം വരരുത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? 5 അസംസ്കൃത വസ്തുക്കൾ പറയുന്നുണ്ട്. ഒന്നാമത്തത് ഇരുമ്പയിര്, രണ്ടാമത്തത് കൽക്കരി, മൂന്നാമത്തത് മാംഗനീസ്,
നാലാമത്തത് ചുണ്ണാമ്പ് കല്ല്, അഞ്ചാമത്തത് ഡോളമൈറ്റ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു എന്ന് പറയുന്നത് കൽക്കരിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു കൽക്കരിയാണ്. ഇനി ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി ലോഹമല്ല എന്നറിയാലോ അല്ലെ, കൽക്കരി ലോഹമല്ല. അപ്പൊ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ലോഹധാതു ഏതെന്ന് ചോദിച്ചാൽ അത് മാംഗനീസ് ആണ്. ലോകത്തിലെ തന്നെ മൊത്തം ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ് ഉള്ളത്. എന്താണ്? ലോകത്തിലെ തന്നെ ഉള്ള ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% എവിടെയാണ്? ഇന്ത്യയിലാണ് ഉള്ളത് ഇരുമ്പയിര്. ഈ ഇരുമ്പയിരിൽ നിന്നാണ് നമ്മൾ ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് അല്ലെ, ഇരുമ്പയിരിൽ നിന്നാണ് നമ്മൾ ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത്. ഇനി ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിരുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് നിക്ഷേപങ്ങൾ: 1 മാഗ്നറ്റൈറ്റ്, 2 ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റ് ഇരുമ്പിനല്ലേ ആകർഷിക്കുക, അപ്പൊ ഇരുമ്പും മാഗ്നറ്റും തമ്മിലൊരു ബന്ധമില്ല, അപ്പൊ അങ്ങനെ ഓർത്താൽ മതി. ഒന്നാമത്തെ അയിര് മാഗ്നറ്റൈറ്റ്, മാഗ്നറ്റ് എന്നതിൽ നിന്നും മാഗ്നറ്റൈറ്റ് എന്ന് ഓർക്കാം. രണ്ടാമത്തത് ഹെമറ്റൈറ്റ്, നമ്മൾ ഹീമോഗ്ലോബിനിൽ ഇരുമ്പ് അടങ്ങിയിട്ടുണ്ടെന്ന് അറിയാലോ, അപ്പൊ നമ്മൾ ഹീമോഗ്ലോബിനും ഇരുമ്പും തമ്മിലൊരു ബന്ധമുണ്ടല്ലേ, അപ്പൊ അവിടെ തന്നെ നമുക്ക് ഹെമറ്റൈറ്റ് എന്ന് കിട്ടും. പിന്നെ ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇത്രയും ഇരുമ്പയിരുകളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നത്. ഏതൊക്കെയാണ് ഇരുമ്പയിരുകൾ? മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. കൃത്യമായിട്ട് പഠിക്കണം. ഇത്തിരി ബുദ്ധിമുട്ടാണ്, പക്ഷെ ഇത് പഠിച്ചിരിക്കണം. ഇനി ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ കയറ്റി അയക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണെന്നാണ് ചോദിക്കുന്നത്. അതായത് ഇന്ത്യയിൽ നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ നമ്മൾ കയറ്റി അയക്കുന്നത് ഒന്നാമത്തെ രാജ്യം ജപ്പാന്. ഈ ജപ്പാനല്ലേ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒന്നാമത്തെ രാജ്യം ജപ്പാന്. പിന്നെ ഒന്ന് ഗൾഫ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും. നമുക്ക് അവർ പെട്രോളൊക്കെ ഇങ്ങോട്ട് തരുന്നല്ലേ, അപ്പം നമുക്ക് കുറച്ച് ഇരുമ്പ് കൊടുക്കാം അല്ലേ. അപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ, പിന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ, അതോടൊപ്പം കൊറിയ കൂടി ഓർത്തിരിക്കുക, കൊറിയ. അപ്പോൾ ഈ 4 രാജ്യങ്ങളിലേക്കാണ് മെയിനായിട്ട് നമ്മൾ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇരുമ്പിൻ്റെ 50 മുതൽ 60% കയറ്റി അയക്കുന്നത്. ഏതൊക്കെ രാജ്യങ്ങളാണ്? ജപ്പാന്, ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അതേപോലെ കൊറിയ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാണ്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു നമ്മൾ ധാതുക്കളെ രണ്ടായി തിരിച്ചു അല്ലെ, ലോഹധാതുക്കളെന്നും അലോഹധാതുക്കളെന്നും തിരിച്ചു. ഈ ലോഹധാതുക്കളെ തന്നെ നമ്മൾ വീണ്ടും ഇരുമ്പിന്റെ അംശമുള്ളവ എന്നും ഇരുമ്പിന്റെ അംശമില്ലാത്തവ എന്നും തിരിച്ചു. ഇരുമ്പിന്റെ അംശമുള്ളവ ഏതൊക്കെയാണ്? അത് ഒന്നാമത്തത് ഇരുമ്പയിര്, പിന്നെ മാംഗനീസുമാണ് ഇരുമ്പിന്റെ അംശമുള്ളത്. ഇരുമ്പിന്റെ അംശമില്ലാത്തത് സ്വർണം, വെള്ളി, ചെമ്പ് അല്ലെ, അലുമിനിയം, ഇതൊക്കെ ഇരുമ്പിന്റെ അംശമില്ലാത്ത ലോഹധാതുക്കളാണ്. ഇനി അലോഹധാതുക്കളെ രണ്ടായി തിരിച്ചു. അലോഹധാതുക്കളെ രണ്ടായിട്ട് എങ്ങനെയാണ് തിരിച്ചത്? ഒന്ന് ധാതു ഇന്ധനങ്ങളായിട്ട്, അതായത് പെട്രോളിയം, കൽക്കരി അല്ലെ, അതൊക്കെ ധാതു ഇന്ധനങ്ങൾ. ഇനി മറ്റുള്ളവ എന്ന് പറയുമ്പോൾ അബ്രം, പിന്നെ അതേപോലെ തന്നെ യുറേനിയം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്താണ്? അതൊക്കെ മറ്റു ധാതുക്കൾ എന്നുള്ള ഇതിലാണ് പെടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി അധിഷ്ഠിത വ്യവസായം പരുത്തിത്തുണി വ്യവസായമാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ് അല്ലെ. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത് ഇരുമ്പയിര്, രണ്ടാമത്തത് കൽക്കരി, മൂന്നാമത്തത് മാംഗനീസ്, നാലാമത്തത് ചുണ്ണാമ്പ് കല്ല്, അഞ്ചാമത്തത് ഡോളമൈറ്റ്. ചുണ്ണാമ്പ് കല്ലും ഡോളമൈറ്റും പ്രത്യേകം ശ്രദ്ധിക്കണം. ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കളാണ്. 5 അസംസ്കൃത വസ്തുക്കൾ പറഞ്ഞു. ഒന്നാമത്തത് ഇരുമ്പയിര്, രണ്ടാമത്തത് കൽക്കരി, മൂന്നാമത്തത് മാംഗനീസ്, നാലാമത്തത് ചുണ്ണാമ്പ് കല്ല്, അഞ്ചാമത്തത് ഡോളമൈറ്റ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു ഏതെന്ന് ചോദിച്ചാൽ അത് കൽക്കരിയാണ്. എന്നാൽ ഇരുമ്പുരുക്ക് വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ലോഹധാതു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി ഒരിക്കലും ലോഹമല്ല അല്ലെ, അതുകൊണ്ട് തന്നെ ലോഹധാതു മാംഗനീസ് ആണ്. ഇനി പിന്നെ പറഞ്ഞത് നമ്മൾ ഈ ലോകത്ത് തന്നെ ഉള്ള ഇരുമ്പയിര് നിക്ഷേപത്തിന്റെ 20% ഇന്ത്യയിലാണ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ഈ ഇരുമ്പയിരിൽ നിന്നാണ് നമ്മൾ ഇരുമ്പ് വേർതിരിച്ചെടുക്കുന്നത് അല്ലെ, ഏതൊക്കെ ഇരുമ്പയിരുകളാണ് പ്രധാനമായിട്ടും ഇന്ത്യയിൽ കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തത് മാഗ്നറ്റൈറ്റ്, രണ്ടാമത്തത് ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. മാഗ്നറ്റൈറ്റ്, ഹെമറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. പിന്നെ പറഞ്ഞ കാര്യം, ഇന്ത്യയിൽ ഖനനം ചെയ്യുന്ന ഇരുമ്പയിരിന്റെ 50 മുതൽ 60% വരെ കയറ്റി അയക്കുന്ന രാജ്യങ്ങൾ
ഏതൊക്കെയാണ്? ജപ്പാന്, യൂറോപ്യൻ രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, കൊറിയ, ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ കൊടുത്തിട്ടുണ്ട് ബോക്സിലായിട്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകൾ. ഈ ഇരുമ്പയിര് ഖനനത്തിൽ മുൻപന്തിയിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഒഡീഷയാണ്. ഇങ്ങനെ എപ്പോഴും PSC ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക. ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം എന്നൊക്കെയാണ് ചോദിക്കാറുള്ളത്. ഈ നമ്മൾ ചേരുംപടി ചേർക്കുന്ന രീതിയിലൊക്കെ തരാറുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇരുമ്പയിര് നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത്, അല്ലെങ്കിൽ ഇരുമ്പയിര് ഖനനത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനം ഒഡീഷയാണ്. അപ്പം നമ്മൾ ഓരോ സംസ്ഥാനങ്ങളും പഠിക്കുമ്പോഴും ഇത് മാറാതിരിക്കാൻ എപ്പോഴും ഒരു വാക്കുമായിട്ട് മാത്രം ആ സംസ്ഥാനത്തെ കണക്ട് ചെയ്യുക. അതായത് ഇപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോൾ എപ്പോഴും ഓടുന്നതുമായിട്ട് കണക്ട് ചെയ്യുക. ഓടുക, ഒഡീഷ ഓടുക. അപ്പോൾ കറണ്ട് അഫയർ പഠിക്കുമ്പോഴും നമ്മളിപ്പോൾ ഒഡീഷനെ കുറിച്ച് എന്തെങ്കിലും പഠിക്കുമ്പോഴും അത് ഓടുന്നതുമായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അതേപോലെ ഇപ്പോൾ മധ്യപ്രദേശിനെ കുറിച്ച് പഠിക്കുമ്പോഴും എപ്പോഴും നമ്മൾ മദ്യവുമായിട്ട്, ഇത് ഒരു കോഡിന് വേണ്ടി മാത്രമാണ്, വേറെ ഒന്നുമില്ല അല്ലേ. അപ്പം നമ്മൾ മധ്യപ്രദേശിനെ കുറിച്ച് പഠിക്കുമ്പോൾ എപ്പോഴും മദ്യവുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പം നമുക്ക് എന്താ വെച്ചാൽ അത് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും. അല്ലാതെ ഓരോ ചോദ്യത്തിനും ഓരോ കോഡുകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒഡീഷയിൽ ഒരുപാട് ധാതു നിക്ഷേപങ്ങൾ കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീഷ ഒരുപാട് ധാതുക്കളുടെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അപ്പോൾ ഇതെങ്ങനെ പഠിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒഡീഷ എന്ന് പറഞ്ഞപ്പോൾ ഓടുന്നതുമായിട്ടല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഓടുന്ന ബസ്സിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ ഫ്രണ്ടിലൊരു ബോക്സ് ഉണ്ട് അല്ലേ, ആ ബസ്സിൻ്റെ ഫ്രണ്ടിലൊരു ബോക്സ് ഉണ്ട്, നിങ്ങൾ എൻജിൻ ബോക്സ്, അതുമ്മ കയറിയിരിക്കും ഇല്ലേ? നിങ്ങൾ അതുമ്മ ഇരുന്ന് പോയിട്ടില്ലേ? ഞാൻ പോയിട്ടുണ്ട്, നിങ്ങളും പോയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗേൾസ് മിക്കവരും അതിൽ കയറി ഇരുന്നിട്ടുണ്ടാവും. കാരണം നമുക്ക് ബസ്സിൽ സീറ്റ് ഇല്ല, നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ എവിടെ പോയി ഇരിക്കും? ആ ബോക്സുമ്മൽ ചെന്ന് ഇരിക്കും അല്ലേ. അപ്പോൾ ഓടുന്ന ബസ്സിൽ നമുക്ക് ഇതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ബോക്സുമ്മൽ ചെന്ന് ഇരിക്കും എന്ന് ഓർത്താൽ മതി. അപ്പോൾ ഓടുന്നത് ഒഡീഷ അല്ലേ. നമ്മൾ നിൽക്കുകയാണെങ്കിൽ എന്നുള്ളത് നിക്കലിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനമാണ് ഒഡീഷ. നമ്മൾ എന്ത് ചെയ്യും? ബോക്സുമ്മൽ ചെന്നിരിക്കും അല്ലേ. ബോക്സ് എന്നത് ബോക്സൈറ്റ്, ഇരിക്കും എന്നുള്ളത് ഇരുമ്പ്. അപ്പം ഇരുമ്പയിരിൻ്റെ നിക്ഷേപത്തിൽ, അതുപോലെ ബോക്സൈറ്റിൻ്റെ നിക്ഷേപത്തിൽ, നിക്കലിൻ്റെ നിക്ഷേപത്തിൽ അല്ലേ, ഉൽപ്പാദനത്തിൽ, ഇതിലെല്ലാത്തിലും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് ഒഡീഷ. കിട്ടിയോ? അപ്പോൾ ഒഡീഷ ഏതൊക്കെ അയിരിൻ്റെ അല്ലെങ്കിൽ ഏതൊക്കെ ധാതുക്കളുടെ ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിലുള്ളത്? ഒന്നാമത്തത് നിക്കൽ, രണ്ടാമത്തത് ബോക്സൈറ്റ്, മൂന്നാമത്തത് ഇരുമ്പയിര്. കിട്ടിയോ? അത് മനസ്സിലുറച്ചോ? അപ്പോൾ ഒഡീഷ എന്ന് പറയുമ്പോൾ ഓടുന്ന ബസ് നമ്മൾ ഓർത്താൽ മതി. നമ്മൾ നിൽക്കുകയാണെങ്കിൽ നിക്കലിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ബോക്സൈറ്റ് അഥവാ അലുമിനിയം അല്ലേ, ബോക്സൈറ്റ് എന്നുള്ളത് അലുമിനിയത്തിൻ്റെ ഒരു അയിരാണ്. അപ്പോൾ ബോക്സൈറ്റിൻ്റെ ഉൽപ്പാദനത്തിൽ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. നമ്മൾ ഇരിക്കും അല്ലേ. അപ്പോൾ ഇരുമ്പയിരിൻ്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? അതും ഒഡീഷയാണ്. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞില്ലേ മധ്യപ്രദേശ് പറഞ്ഞപ്പോൾ, മധ്യപ്രദേശിലും ഒരുപാട് ധാതുക്കൾ കാണുന്നുണ്ട്. അപ്പോൾ മധ്യപ്രദേശ് ഏതൊക്കെ ധാതുക്കളുടെ ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മധ്യപ്രദേശ് എന്ന് പറയുമ്പോൾ മദ്യവുമായിട്ടാണ് കണക്ട് ചെയ്യാറ്. അപ്പോൾ മധ്യപ്രദേശ് നമ്മൾ മദ്യം കുടിക്കുന്ന സമയത്ത് ഐസ് ക്യൂബ്, മിക്കവരും നിങ്ങൾ സിനിമയിലെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഐസ് ക്യൂബ് ഇടുന്നത് കണ്ടിട്ടുണ്ടാവും. ഈ ഐസ് ക്യൂബിനെ നമ്മളൊരു വജ്രമായിട്ട് സങ്കല്പിക്കുക ഇല്ലേ, ഏകദേശം നമുക്ക് വജ്രമായിട്ട് സങ്കല്പിക്കാൻ പറ്റും. അപ്പോൾ വജ്രത്തിൻ്റെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. ഇനി നമ്മൾ സാധാരണ എന്തെങ്കിലും ടച്ചിങ്സ് അല്ലേ, മദ്യം കുഴിക്കുമ്പോൾ എന്തെങ്കിലും ടച്ചിങ്സ് വെക്കാറുണ്ട്. അപ്പോൾ മാംഗോ പിക്കിള്, മാങ്ങച്ചാറാണെന്ന് വിചാരിക്കും. അപ്പോൾ മാംഗോ എന്നതിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം എന്ന് പറയുന്നതും മധ്യപ്രദേശാണ്. അതേപോലെ കോപ്പറിൻ്റെ ഉൽപ്പാദനത്തിൽ, അതായത് ചെമ്പിൻ്റെ ഉൽപ്പാദനത്തിലും ഒന്നാം സ്ഥാനം മധ്യപ്രദേശാണ്. അപ്പം നമ്മൾ സാധാരണ മദ്യപിച്ച് കഴിഞ്ഞാൽ ചിലർ പറയുന്ന വാക്കുകളൊക്കെ മോശം വാക്കുകളായിരിക്കില്ലേ. അപ്പോൾ ഈ കോപ്പ് എന്നൊക്കെ കൂടുതലും മദ്യപിച്ച് കഴിഞ്ഞാലാണ് പറയാമെന്ന് ഓർത്താൽ മതി. ഇതൊക്കെ കോഡാണ്, ജസ്റ്റ് ഓർക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ കോപ്പ് എന്നുള്ള വാക്ക് കൂടുതലും മദ്യപിച്ച് കഴിഞ്ഞാലാണ് പറയാമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അപ്പോൾ അതും മധ്യപ്രദേശാണ്. അപ്പം നിങ്ങൾക്ക് തരുമ്പോഴും ഇപ്പോൾ കോപ്പർ എന്ന് കാണുമ്പോൾ കോപ്പ് അല്ലെങ്കിൽ ചെമ്പ് അല്ലേ, അങ്ങനെ പറയാൻ മദ്യപിച്ച് കഴിയുമ്പോഴാണ്. അപ്പോൾ മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ മാംഗോ പിക്കിൾ എന്ന് ഓർക്കുക. അപ്പം നമ്മൾ അത് ടച്ചിങ്സ് മദ്യം കഴിക്കുമ്പോഴാണ് ഉപയോഗിക്കുക. അപ്പം എന്താണ് മാംഗനീസ്? നമ്മൾ എപ്പോഴും മാംഗോ ആയിട്ടാണ് കണക്ട് ചെയ്ത് പറയാറ്. നമ്മൾ കെമിസ്ട്രിയുടെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ, നമ്മൾ പീരിയോഡിക് ടേബിളൊക്കെ പഠിപ്പിക്കുമ്പോഴൊക്കെ ഈ മാംഗനീസിന് നമ്മൾ മാംഗോ ആയിട്ടാണ് കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ മദ്യപിക്കുമ്പോഴാണ് മാംഗോ പിക്കിൾസ് ഒക്കെ ഉപയോഗിക്കുക. അപ്പം മാംഗനീസ് മധ്യപ്രദേശാണെന്ന് ഓർക്കാം. അപ്പം അതേപോലെ തന്നെ നമ്മൾ വജ്രത്തിൽ നമ്മൾ ഐസ് ക്യൂബ് ആയിട്ടാണ് കണ്ടത്. അപ്പം അതും മധ്യപ്രദേശാണ്. അപ്പം ഇത്തരത്തിൽ എപ്പോഴും നമ്മൾ മധ്യപ്രദേശിനെ മദ്യവുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക്
പെട്ടെന്ന് ഓർക്കാൻ കുറച്ചും കൂടിയും എളുപ്പമായിരിക്കും. പിന്നെ അതേപോലെ കർണാടകനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കർണാടക ഏതൊക്കെ ഇതിൻ്റെ ധാതുക്കളുടെ ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ ഈ പടം കണ്ടിട്ടുണ്ടാവില്ല എല്ലാവരും, എന്താണ് കെ ജി എഫ് മൂവി എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ KGF സ്വർണ്ണഖനനൊക്കെ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ അത് കർണാടകയാണല്ലോ. അപ്പോൾ കർണാടകം സ്വർണ്ണഖനനത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള സംസ്ഥാനം കർണാടകയാണ്. അത് പഠിക്കുമ്പോൾ തന്നെ കർണാടകം 3 എസ്സുകൾക്ക് ഒന്ന് സ്വർണം, രണ്ടാമത്തത് സിൽക്ക്, മൂന്നാമത്തത് സാൻഡൽ. അപ്പോൾ സാൻഡൽ, സിൽക്ക്, സ്വർണം, സാൻഡൽ, സിൽക്ക്, സ്വർണം, 3 എസ്സാണ് അല്ലേ. സാൻഡൽ, സിൽക്ക്, സ്വർണം, ഈ 3 ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? അത് കർണാടകമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ തോറിയം ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിലുള്ളത്. കേരളം തോറിയം ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിലുള്ളത്. അതേപോലെ തന്നെ രാജസ്ഥാനിൽ ഒരുപാട് ധാതു നിക്ഷേപം കാണപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്നുള്ളത്. അപ്പോൾ രാജസ്ഥാൻ ഏതൊക്കെ ധാതുക്കളുടെ നിക്ഷേപത്തിൽ അല്ലെങ്കിൽ ഉൽപ്പാദനത്തിലാണ് മുൻപന്തിയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും രാജാവുമായിട്ടാണ് കണക്ട് ചെയ്യുക. രാജസ്ഥാൻ നമ്മൾ എപ്പോഴും രാജാവുമായിട്ടാണ് കണക്ട് ചെയ്യുക. അപ്പോൾ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ കാട്ടിലെ രാജാവ് സിംഹമല്ലേ. അപ്പോൾ നമ്മൾ സിംഹം എന്നുള്ളത് സിംഗം എന്ന് പറയാറുണ്ടല്ലേ, സിംഗം. അപ്പോൾ സിംഗം എന്തായാലും സിങ്ക് സിൽവർ ഒരുമിച്ച് പഠിക്കുക. സിങ്കും സിൽവറും ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം രാജസ്ഥാൻ. സിങ്ക് സിൽവർ രണ്ടിന്റെയും ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം രാജസ്ഥാനാണ്. ഇനി രാജാവല്ലേ എപ്പോഴും എല്ലാ കാര്യം ലീഡ് ചെയ്യുക അല്ലെ, എല്ലാത്തിൻ്റെയും ലീഡർ ആരായിരിക്കും, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുക രാജാവായിരിക്കും. ഇപ്പൊ കാട്ടിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്ന ആള് അല്ലെങ്കിൽ കാട്ടിലെ ലീഡർ എന്ന് പറയുന്നത് രാജാവാണ് അല്ലെങ്കിൽ സിംഹമാണല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ലീഡ് എന്നതിൽ നിന്നും ലെഡിന്റെ ഉൽപ്പാദനത്തിലും 1-ാം സ്ഥാനത്തുള്ളത് രാജസ്ഥാനാണ്. അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് തിരിച്ചു ചോദിക്കാം. നിങ്ങൾ ഒന്ന് തന്നെത്താൻ കിട്ടുന്നുണ്ടോ എന്ന് മൈൻഡിലൊന്ന് ഓർത്ത് നോക്കാം. കുറച്ചൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കയറിയിട്ടുണ്ടാവും. ഒന്നാമത്തത് സ്വർണ്ണത്തിന്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? സ്വർണ്ണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് KGF ഓർമ്മ വരണം. അപ്പം നമുക്ക് കിട്ടും കർണാടകമാണ് അല്ലെ, കർണാടകമാണ്. അപ്പം അതോടൊപ്പം തന്നെ 3 S ആയിട്ട് പഠിക്കാൻ പറഞ്ഞു അല്ലെ. എന്തൊക്കെയാണ്? സ്വർണം, സിൽക്ക്, സാൻഡൽ. സ്വർണം, സിൽക്ക്, സാൻഡൽ, ഇത് 3ഉം PSC ചോദിച്ചിട്ടുള്ളതാണ്. സ്വർണവും ചോദിച്ചിട്ടുണ്ട്, സിൽക്കും ചോദിച്ചിട്ടുണ്ട്, സാൻഡലും ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ 3 ഉൽപ്പാദനത്തിലും മുൻപന്തിയിലുള്ള സംസ്ഥാനം കർണാടകമാണ്. അടുത്തത് നമ്മൾ സ്വർണം കഴിഞ്ഞാൽ വെള്ളിയല്ലേ പറയാം. വെള്ളി എന്ന് പറഞ്ഞാൽ സിൽവർ ആണ്. സിൽവർ എന്ന് പറയുമ്പോൾ തന്നെ സിൽവർ സിങ്ക് ഒരുമിച്ചത് പഠിച്ചു പോകണം. സിൽവർ സിങ്ക് അല്ലെ, സിംഗം എന്ന് പറയുമ്പോൾ നമുക്ക് രാജാവിനെ കിട്ടണം, രാജസ്ഥാനാണ്. അപ്പൊ സിൽവറിന്റെ ആണെങ്കിലും സിങ്കിന്റെ ആണെന്നുണ്ടെങ്കിലും രാജസ്ഥാനാണ്. അതോടൊപ്പം തന്നെ ലെഡ് അല്ലെ, എല്ലാ കാര്യങ്ങളും ലീഡ് ചെയ്യുന്ന ആള് രാജാവാണ്. അപ്പൊ അതുകൊണ്ട് ലെഡും രാജസ്ഥാൻ തന്നെയാണ് മുൻപന്തിയിലുള്ളത്. അപ്പൊ നമ്മൾ ഗോൾഡ് പറഞ്ഞു, സ്വർണം പറഞ്ഞു, വെള്ളി പറഞ്ഞു, സിൽവർ പറഞ്ഞു. അടുത്തത് നമുക്ക് ചെമ്പെടുക്കാം. ചെമ്പ് എന്ന് പറയുമ്പോൾ കോപ്പർ അല്ലെ. കോപ്പ് എന്നുള്ള വാക്കൊക്കെ നമ്മൾ മദ്യപിച്ച് കഴിഞ്ഞാലാണ് ഉപയോഗിക്കുക. അപ്പൊ മധ്യപ്രദേശാണ്. കോപ്പറിന്റെ ഉൽപ്പാദനത്തിൽ മുൻപന്തിയിലുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. മധ്യപ്രദേശ് പിന്നെ എന്തൊക്കെ പറഞ്ഞു? നമ്മൾ വജ്രം പറഞ്ഞു അല്ലെ. ഐസ് ക്യൂബ് വജ്രം പോലെയാണ്. അപ്പൊ വജ്രത്തിന്റെ ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. അതേപോലെ തന്നെ പന്ന എന്ന് പറഞ്ഞ വജ്രഖനിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മാംഗോ പിക്കിൾസ് ഒക്കെ ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കും. അതുകൊണ്ട് തന്നെ മാംഗനീസ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള സംസ്ഥാനം മധ്യപ്രദേശാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാംഗനീസ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഒഡീഷയാണ്. പക്ഷെ ഇപ്പോൾ നിലവിൽ അത് മധ്യപ്രദേശാണെന്ന് മനസ്സിലായോ? ടെക്സ്റ്റ് ബുക്ക് കുറച്ച് പഴയതാണ്, അതിൽ ഒഡീഷയാണ് കൊടുത്തിരിക്കുന്നത്. ഒഡീഷ മാറിയിട്ടുണ്ട്. ഇപ്പോൾ മധ്യപ്രദേശാണ് മാംഗനീസ് ഉൽപ്പാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ളത്. പിന്നെ നമ്മളപ്പോൾ സ്വർണം പറഞ്ഞു, വെള്ളി പറഞ്ഞു, ചെമ്പ് പറഞ്ഞു അല്ലെ. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് അലുമിനിയം അല്ലെ. അലുമിനിയം എന്ന് വെച്ചാൽ ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോക്സുമ്മൽ കയറിയിരിക്കും അല്ലെ. എപ്പോഴാണ് നമ്മൾ ബോക്സുമ്മ കയറിയിരിക്കുക? ഓടുന്ന ബസ്സിലാണ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ബോക്സുമ്മൽ പോയി ഇരിക്കും അല്ലെ. അപ്പൊ അതാണ് ബോക്സൈറ്റിന്റെ ഉൽപ്പാദനത്തിൽ, ഇരുമ്പിന്റെ ഉൽപ്പാദനത്തിൽ, നിക്കലിന്റെ ഉൽപ്പാദനത്തിൽ, ഇതിലെല്ലാത്തിലും മുൻപന്തിയിലുള്ള സംസ്ഥാനം ഒഡീഷയാണ്. ഓടുന്ന ബസ്, അപ്പോൾ ഒഡീഷയാണ്. ഇരുമ്പയിരിന്റെ ഉൽപ്പാദനത്തിൽ, അതേപോലെ തന്നെ നിക്കലിന്റെ ഉൽപ്പാദനത്തിൽ, ബോക്സൈറ്റ് അഥവാ അലുമിനിയത്തിന്റെ ഉൽപ്പാദനത്തിലെല്ലാം മുൻപന്തിയിലുള്ള സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. കിട്ടിയോ? നിങ്ങൾ പഠിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നമ്മുടെ ബോക്സിലേക്ക് തിരിച്ചു വരാം. ബോക്സിലെ ഓരോ സംസ്ഥാനങ്ങളും അവിടുത്തെ പ്രധാനപ്പെട്ട ഖനന മേഖലകളുമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് പഠിക്കേണ്ടത് ആകെ 2 എണ്ണം മാത്രമേ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള പേരുകളാണ്. അപ്പം നമുക്ക് ആദ്യം തന്നെ തമിഴ്നാട് നോക്കാം. തമിഴ്നാടിലെ പ്രധാന ഖനന മേഖലകൾ എന്ന് പറയുന്നത് സേലം, നീലഗിരി, രണ്ടും നമുക്ക് അറിയുന്ന സ്ഥലമാണ് അല്ലെ. സേലം, നീലഗിരി രണ്ടും തമിഴ്നാടാണെന്ന് അറിയാം. അപ്പൊ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലകളാണ് സേലവും നീലഗിരിയും. ഗോവ എന്ന് പറഞ്ഞാൽ മർമ്മഗോവ, അതും കിട്ടും അല്ലെ. ഗോവ, മർമ്മഗോവ കിട്ടും. കർണാടകത്തിൽ ബെല്ലാരി, നമുക്കറിയുന്നതാണ് ബെല്ലാരി രാജ അല്ലെ. ബെല്ലാരി രാജ നമ്മുടെ ആ സിനിമയുടെ പേരെന്താണ്?
പേര് മറന്നുപോയി. നമ്മുടെ മമ്മൂട്ടി നായകനായിട്ട് വരുന്ന ബെല്ലാരി രാജ ആ സിനിമ അതന്നെ ഓർത്താൽ മതി. ബെല്ലാരി നമുക്കറിയാലോ കർണാടകയാണെന്ന് അറിയാം. അടുത്തത് ചിക്കമംഗ്ലൂർ, എല്ലാവർക്കും അറിയായിരിക്കും ചിക്കമംഗ്ലൂർ കർണാടകയാണെന്ന്. പിന്നെ അതുപോലെ ചിത്രദുർഗ്, ഷിമോഗ ചിലപ്പോൾ കിട്ടണമെന്നില്ല. ഷിമോഗ കർണാടകമാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഷിമോഗ കർണാടകമാണ്. ഷിമോഗ എവിടെയാണ്? കർണാടകത്തിലാണ്. ഇനി ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് നമുക്കറിയാലോ. ഛത്തീസ്ഗഡിലും ജാർഖണ്ഡിലും എന്തായാലും ഇരുമ്പയിര് നിക്ഷേപം ഉണ്ടായിരിക്കും. അതിൽ ഛത്തീസ്ഗഡിലെ സ്ഥലമാണ് ദുർഗ് എന്ന് പറയുന്നത്. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ തെറ്റിയാണ് തന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡിലെ സ്ഥലമാണ് ദുർഗ് എന്നുള്ളത്. ജാർഖണ്ഡിലെ സ്ഥലമാണ് സിംബം എന്നുള്ളത്. അപ്പൊ നമ്മൾ ഈ ദുർഗാദേവി എപ്പോഴും സിംഹത്തിന്റെ മുകളിലല്ലേ ഇങ്ങനെ കയറിയിരിക്കുന്നതായിട്ടുണ്ടാവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ദുർഗാദേവി സിംഹത്തിന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടാവില്ലേ? അപ്പൊ അതിൽ സിംഹം എന്നുള്ളത് ജാർഖണ്ഡും ദുർഗ് എന്നുള്ളത് ഛത്തീസ്ഗഡുമാണ്. രണ്ടും ഏകദേശം അടുത്ത് വരുന്ന സംസ്ഥാനങ്ങളല്ലേ. അപ്പം ഛത്തീസ്ഗഡിലാണ് എന്ത് വരുന്നത്? നമ്മുടെ ദുർഗ് വരുന്നത്. ഛത്തീസ്ഗഡിലാണ് ദുർഗ് വരുന്നത്. ഛത്തീസ്ഗഡിൽ ദുർഗ് വരുന്നു. സിംഹം ജാർഖണ്ഡിൽ വരുന്നു. അടുത്തത് ഒഡീഷയിലാണ് സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. അതിൽ ഈ മയൂർഭഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. മയൂർഭഞ്ച് ഒഡീഷയിലെ ഇരുമ്പ് ഖനന മേഖലയാണ് മയൂർഭഞ്ച്, സുന്ദർഗഡ്, ജാർ. ഇതൊക്കെ ഒഡീഷയിലെ ഇരുമ്പ് ഖനന മേഖലകളാണ്. അപ്പോൾ ഇതും ചോദിക്കാം. തമിഴ്നാട് എന്ന് പറയുമ്പോൾ സേലം, നീലഗിരി. തമിഴ്നാട്ടിലെ ഇരുമ്പ് ഖനന മേഖലകൾ സേലം, നീലഗിരി. ഗോവ എന്ന് പറയുമ്പോൾ മർമ്മഗോവ. കർണാടക എന്ന് പറയുമ്പോൾ ബെല്ലാരി, ചിക്കമംഗ്ലൂർ, ചിത്രദുർഗ്, ഷിമോഗ. ജാർഖണ്ഡ് എന്ന് പറയുമ്പോൾ സിംഹത്തെയും, ഛത്തീസ്ഗഡ് എന്ന് പറയുമ്പോൾ അതിന്റെ മുകളിലിരിക്കുന്ന ദുർഗാദേവിനെ ഓർത്താൽ മതി. ജാർഖണ്ഡ് സിംബം, ഛത്തീസ്ഗഡ് ദുർഗ്. ഒഡീഷ സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ. മയൂർഭഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒഡീഷയിലാണെന്ന് ഓർത്ത് വെക്കണം. സുന്ദർഗഡ്, മയൂർഭഞ്ച്, ജാർ ഒഡീഷയിലാണെന്ന് ഓർത്തിരിക്കുക. ഈ ബോക്സുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം നിങ്ങളുടെ തലയിൽ പകുതി കയറിയിട്ടുണ്ടാവും. ഇനി പകുതി നിങ്ങൾ കഷ്ടപ്പെട്ട് പഠിക്കാതെ നിവർത്തിയില്ല. കഷ്ടപ്പെട്ട് പഠിക്കുക. റിവിഷനൊക്കെ നമുക്ക് ചെയ്യാം, വിഷമിക്കേണ്ട. അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒന്നും കൂടി, അത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഒന്നും കൂടി എടുത്തു പറയുന്നു. അതായത് ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തുവാണ് കൽക്കരി. ഇരുമ്പുരുക്ക് വ്യവസായത്തിലെ ഒരു പ്രധാന അസംസ്കൃത വസ്തു എന്താണ്? അത് കൽക്കരിയാണ്. ഇനി ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾക്ക് സമീപത്തായിട്ട് കൽക്കരിപ്പാടങ്ങളുണ്ട്. ഇരുമ്പുരുക്ക് നിക്ഷേപങ്ങൾക്ക് സമീപത്തായിട്ട് കൽക്കരി പാടങ്ങളും ഉണ്ട്. അത് വളരെയധികം വ്യവസായിക പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെ? നമുക്ക് കൽക്കരി ഇരുമ്പുരുക്ക് വ്യവസായത്തിന് അത്യാവശ്യമാണ്. അപ്പൊ ഇരുമ്പയിര് നിക്ഷേപങ്ങളുടെ അടുത്ത് തന്നെയായിട്ട് കൽക്കരി പാടങ്ങളും ഇന്ത്യയിൽ കാണപ്പെടുന്നു എന്നുള്ളത് വ്യവസായിക പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഈ അസംസ്കൃത വസ്തുവിന്റെ ലഭ്യത കൂടാതെ തന്നെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ജലലഭ്യത, ഗതാഗത സൗകര്യങ്ങള്, കയറ്റുമതി സൗകര്യങ്ങള്, തൊഴിലാളികളുടെ ലഭ്യത, ഇതൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാന നിർണയത്തിന് വളരെ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്, അല്ലെ? നമുക്ക് ജലലഭ്യത വേണം, ഗതാഗത സൗകര്യം വേണം, കയറ്റുമതി സൗകര്യങ്ങൾ വേണം, തൊഴിലാളികളുടെ ലഭ്യത വേണം. ഇതൊക്കെ എന്താണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിന്റെ സ്ഥാന നിർണയത്തെ പരിഗണിക്കപ്പെടുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്കവിടെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകൾ തന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇരുമ്പയിര് ഖനന മേഖലകളാണ്. ഇരുമ്പിന്റെ ഖനന മേഖലകളെ കുറിച്ചാണ് പറഞ്ഞത്. ഇവിടെ ഇരുമ്പുരുക്ക് വ്യവസായ ശാലകളെ കുറിച്ചാണ്. അതിലൊന്നാമത്തത് ടിസ്കോ. നിങ്ങൾക്ക് അറിയാലോ എന്താണ്? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ടിസ്കോ. നമുക്കറിയാം അതൊരു പൊതുമേഖലാ സ്ഥാപനമല്ല, അതൊരു പ്രൈവറ്റ് ആണ്, അല്ലെ? ഒരു സ്വകാര്യ മേഖലാ സ്ഥാപനമാണെന്ന് അറിയാലോ ടിസ്കോ. കാരണം ടാറ്റ എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ അല്ല, അത് പ്രൈവറ്റ് ആണ്, സ്വകാര്യമാണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ ടിസ്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടാറ്റ ഇരുമ്പുരുക്ക് ശാല അഥവാ ടിസ്കോ എന്ന് പറയുന്നത്. ഇനി ടാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പം JRD ടാറ്റനല്ലേ ഓർമ്മ വരാം. അപ്പൊ J ഫോർ ജാർഖണ്ഡ്, J ഫോർ ജംഷഡ്പൂർ. അപ്പൊ ജാർഖണ്ഡിലെ ജംഷഡ്പൂർ ആണ് ഈ ടാറ്റ ഇരുമ്പുരുക്ക് ശാല അഥവാ ടിസ്കോ സ്ഥിതി ചെയ്യുന്നത് ഓർക്കുക. സുഖല്ലേ? ടാറ്റ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലെല്ലാം JRD ടാറ്റ ആണ് ഓർമ്മ വരാം. അപ്പൊ J ഫോർ ജാർഖണ്ഡ്, J ഫോർ ജംഷഡ്പൂർ. അപ്പൊ ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടിസ്കോ അഥവാ ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ടിസ്കോ. അടുത്തത് ഇസ്കോ എന്ന് പറയുന്നത് ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയാണ് ഇസ്കോ.
ഇത് സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് പൊതുമേഖലയിലെ, മറ്റേ നേരത്തെ പറഞ്ഞത് സ്വകാര്യ മേഖലയിലെ ആണെങ്കിൽ ഇത് പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് അത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. കാരണം അത് കർണാടകത്തിലാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കില്ലേ. കാരണം വിശ്വേശ്വരയ്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് കർണാടകത്തിലായിരിക്കും എന്നുള്ളത്. കാരണം വിശ്വേശ്വരയ്യ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇതിന്റെ മൈസൂർ നഗരത്തിന്റെ ശില്പി അല്ല, മൈസൂർ മേക്കർ ഓഫ് മോഡേൺ മൈസൂർ അല്ലെ, മേക്കർ ഓഫ് ദി മോഡേൺ മൈസൂർ എന്നാണ് അറിയപ്പെടുന്നത്. ആര്? നമ്മുടെ എം വിശ്വേശ്വരയ്യ. അദ്ദേഹം അവിടുത്തെ ദിവാനായിരുന്നു. നമ്മുടെ അവിടുത്തെ വൃന്ദാവൻ ഗാർഡൻ, അതുപോലെ തന്നെ കൃഷ്ണരാജസാഗർ അണക്കെട്ട്, ഇതൊക്കെ പണി കഴിപ്പിച്ചത് ആരാണ്? എം വിശ്വേശ്വരയ്യാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ, PSC സ്ഥിരം ചോദിക്കാറുള്ളതാണ്. പ്ലാനഡ് എക്കണോമി ഫോർ ഇന്ത്യ എന്നുള്ള പുസ്തകത്തിന്റെ രചയിതാവ്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അല്ലെ, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ശില്പിയല്ല പിതാവാണ്. ശില്പി എന്ന് ചോദിച്ചാൽ ആരായിപ്പോയി? അത് മഹൽനോബിസ് ആയി മാറി അല്ലെ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറാതിരിക്കാൻ. ശില്പി എന്നൊക്കെ പറയുമ്പോൾ മഹലുകളൊക്കെ ശില്പങ്ങളല്ലേ, ശില്പികളല്ലേ ഉണ്ടാക്കുക, മഹൽനോബിസ്. അപ്പൊ മഹൽനോബിസ് ശില്പിയാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ ശില്പി മഹലനോബിസ്. ഈ മഹൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, മഹൽ എന്നൊക്കെ പറയാം, കൊട്ടാരങ്ങളൊക്കെ അല്ലേ നമ്മൾ മഹൽ എന്നൊക്കെ പറയാം. അപ്പൊ അതൊക്കെ ഉണ്ടാക്കുന്ന ആള് ശില്പികളല്ലേ. അപ്പൊ ശില്പിയാണ് മഹൽനോബിസ്. എന്നാൽ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എം വിശ്വേശ്വരയ്യാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈ എം വിശ്വേശ്വരയ്യ എന്താണ്? മേക്കർ ഓഫ് മോഡേൺ മൈസൂരാണ്. പിന്നെ കർണാടകത്തിൽ ഒരുപാട് നിർമ്മിതികൾ ആരുണ്ടാക്കിയിട്ടുണ്ട്? നമ്മുടെ വിശ്വേശ്വരയ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയാൻ പറ്റും എം വിശ്വേശ്വരയ്യ കർണാടകത്തിലെ വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കർണാടകത്തിലാണ് വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ്. അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് കർണാടകത്തിലാണ്. ഭദ്രാവതിയിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇത് മൂന്നും പഠിച്ചോ? ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി. ടാറ്റ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. എവിടെയാണ്? ജാർഖണ്ഡ് ജംഷഡ്പൂർ. ഇനി ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ഇസ്കോ എന്ന് പറഞ്ഞത് പശ്ചിമ ബംഗാളാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ അഥവാ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്ന് പറയുന്നത്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്, കർണാടകയിലാണ്. അടുത്തത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് വ്യവസായശാലകളാണ് അല്ലെ. മുമ്പ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്നാമത്തത് ഭിലായിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, രണ്ടാമത്തത് റൂർക്കേലയിലെ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, മൂന്നാമത്തത് ദുർഗാപൂർ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, നാലാമത്തത് ബൊക്കാറോ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എല്ലാത്തിന്റെയും പേര് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് തന്നെയാണ്. അത് സ്ഥലത്തിന്റെ പേര് വെച്ചിട്ടാണ്. ഒന്നാമത്തത് ഭിലായ് അല്ലെ. ഭിലായ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കോഡ് വെച്ച് എങ്ങനെയാ പഠിച്ചതെന്ന് വെച്ചാൽ അതുപോലെ പഠിക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചിരിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗം സ്കിപ്പ് ചെയ്തോ. ഇനി പഠിക്കാത്തവരാണെങ്കിൽ മാത്രം ഭിലായ് എന്ന് പറയുമ്പോൾ ബിച്ചറ എന്ന് ഓർക്കുക. കച്ചറ എന്നൊക്കെ പറയുന്ന പോലെ ബിച്ചറ. ബി എന്ന് പറയുമ്പോൾ ഭിലായ്, ച എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ്, റാ എന്ന് പറയുമ്പോൾ റഷ്യയുടെ സഹായത്തോടു കൂടി ബിച്ചറ. ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടെ. ആദ്യം ഇതിന്റെ ഇരുമ്പുരുക്ക് ശാലയുടെ പേര് പറയും, രണ്ടാമത് ഏത് സംസ്ഥാനത്താണ്, മൂന്നാമത് ഏത് രാജ്യത്തിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് നിർമ്മിച്ചത്. ബിച്ചറ, ഭിലായി ഛത്തീസ്ഗഡ് റഷ്യയുടെ സഹായത്തോടു കൂടി. രണ്ടാമത്തത് റൂർക്കേല എന്ന് പറയുമ്പോൾ റുവോജ, നമ്മ റോജാപ്പൂ എന്നൊക്കെ പറയാറില്ലേ, റോജ എന്നൊക്കെ പറഞ്ഞ പോലെ റുവോജ. റൂർക്കേല. ഓ എന്ന് പറയുന്നത് ഒഡീഷ, ജ എന്ന് പറയുന്നത് ജർമ്മനിയുടെ സഹായത്തോടു കൂടി. റുവോജ, റൂർക്കേല, ഒഡീഷ, ജർമ്മനിയുടെ സഹായത്തോടു കൂടി. പിന്നെ ദുർഗാപൂർ എന്ന് പറയുമ്പോൾ ദുവൈബ. ദുർഗാപൂർ എന്താണ്? ദുർഗാപൂർ. ബാ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാള്, ബാ എന്ന് പറയുന്നത് ബ്രിട്ടൻ. ദുവൈബ, ദുർഗാപൂർ, വെസ്റ്റ് ബംഗാള്, ബ്രിട്ടന്റെ സഹായത്തോടു കൂടി. പിന്നെ അവസാനത്തത് ബൊക്കാറോ, ബൊജറ എന്ന് പറയുമ്പോൾ ബൊക്കാറോ, ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടു കൂടി. ബൊക്കാറോ, ജാർഖണ്ഡ് റഷ്യയുടെ സഹായത്തോടു കൂടി. നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ തന്നെ കൃത്യമായി പഠിച്ചു പോകാം. ബിച്ചറ, റുവോജ, ദുവൈബ, ബൊജറ എന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണോ പഠിച്ചത് അതുപോലെ പഠിക്കുക. അതേപോലെ തന്നെ ആ വർഷങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ ഭിലായും റൂർക്കേലയും 1959 തന്നെയാണ്. ഭിലായും റൂർക്കേലയും 1959 എന്നാൽ ദുർഗാപൂര് 1962 ബൊക്കാറോ 1964. അപ്പൊ അതും കൂടിയും ആ വർഷങ്ങളും കൂടിയും കൃത്യമായിട്ട് നോട്ട് ചെയ്തേക്കാം.
അടുത്തതായിട്ട് അവിടെ നമുക്ക് മാംഗനീസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്, അല്ലെ? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്കു സമീപമായിട്ട് പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നു. ഒഡീഷയാണ് ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ എന്ന് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നു. അതിൽ വ്യത്യാസമുണ്ട്. മാംഗനീസിൽ ഇപ്പോൾ മുൻപന്തിയിലുള്ളത് മധ്യപ്രദേശാണ്. അപ്പൊ മാംഗോ എന്ന് പറയുമ്പോൾ മാംഗോ പിക്കിൾസ്, അല്ലെ? മാംഗനീസ്, മാംഗോ പിക്കിൾസ് നമ്മൾ സാധാരണ മദ്യപിക്കുമ്പോൾ ടച്ചിങ്സ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നു, അല്ലെ? ഇത് കോഡാണ്. ഇനി ഇതിന് വേറെ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടാക്കരുത്. അപ്പൊ മാംഗോ എന്ന് ഓർത്താൽ മതി. അത് നമ്മൾ മദ്യപിക്കുമ്പോൾ കഴിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിൽ അങ്ങനെ ചിന്തിക്കുക. അപ്പൊ മധ്യപ്രദേശാണ് ഇപ്പോൾ മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇനി കർണാടകം, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് പ്രധാന ഉൽപാദന സംസ്ഥാനങ്ങൾ എന്നും കൂടി തന്നിട്ടുണ്ട് അവിടെ. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. ഇരുമ്പുമായിട്ട് കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അപ്പൊ മാംഗനീസിനെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ ഉപയോഗിക്കുന്ന പ്രധാന ലോഹധാതുവാണ് മാംഗനീസ്. ഇരുമ്പയിരു നിക്ഷേപങ്ങൾക്ക് സമീപമായിട്ട് പൊതുവെ മാംഗനീസ് നിക്ഷേപങ്ങളും കണ്ടുവരുന്നുണ്ട്. ഉൽപാദനത്തിൽ ഇപ്പോൾ നിലവിലെ മധ്യപ്രദേശാണ് മുൻപിൽ. അതോടൊപ്പം തന്നെ ഒഡീഷ, മഹാരാഷ്ട്ര, കർണാടകം എന്നിവിടങ്ങളിലെല്ലാം തന്നെ ഇത് മാംഗനീസ് ഉൽപാദനം നടക്കുന്നുണ്ട്. ഇരുമ്പുമായി കൂട്ടിക്കലർത്തി സങ്കരലോഹങ്ങൾ നിർമ്മിക്കുന്നതിന് മാംഗനീസ് ഉപയോഗിക്കുന്നു. അടുത്തത് ഓരോ ധാതുക്കളും അതിന്റെ ഉപയോഗവും പ്രധാന ഉൽപാദക സംസ്ഥാനങ്ങളാണ് തന്നിട്ടുള്ളത്. ഇതിലെ സ്വർണം നമുക്കറിയാം ആഭരണ നിർമ്മാണത്തിനാണ്. സ്വർണം ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്വർണം എന്ന് പറയുമ്പോൾ തന്നെ KGF4 അപ്പൊ കർണാടകയാണ്. വെള്ളിയും ആഭരണ നിർമ്മാണത്തിന്, പിന്നെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രഫിയിലും ഉപയോഗിക്കുന്നുണ്ട്. വെള്ളി എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ആഭരണ നിർമ്മാണം, ഇലക്ട്രോ പ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫി, ഇലക്ട്രോ പ്ലേറ്റിങ്ങും ഫോട്ടോഗ്രാഫിയും. എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? സിൽവർ എന്ന് പറഞ്ഞപ്പോൾ സിൽവർ സിങ്ക് രാജസ്ഥാൻ, അല്ലെ? സിൽവർ സിങ്ക് രാജസ്ഥാൻ എന്ന് ഓർക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനിലാണ്. പിന്നെ ജാർഖണ്ഡ്, കർണാടകയും കൂടി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതായത് ഒട്ടുമിക്ക എല്ലാ ലോഹങ്ങളും എവിടെ കാണുന്നുണ്ട്? രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒട്ടുമിക്ക എല്ലാ ലോഹങ്ങളും ഉണ്ട്. പിന്നെ കർണാടക എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞ സ്വർണം, വെള്ളി, ഇരുമ്പ് കർണാടകത്തിലുണ്ട്. ഇത് മൂന്നും തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരുവിധം സംസ്ഥാനങ്ങളൊക്കെ കവറായി. കർണാടകത്തില് സ്വർണവുമുണ്ട്, വെള്ളിയുമുണ്ട്, ഇരുമ്പുണ്ട്. സ്വർണവും വെള്ളിയും ഇരുമ്പും കർണാടകത്തിലുണ്ട്. ഇനി നമ്മുടെ രാജസ്ഥാനും ജാർഖണ്ഡും മിക്ക ലോഹങ്ങൾക്കും, അതായത് വെള്ളിയാണെങ്കിലും ചെമ്പാണെങ്കിലും ബോക്സൈറ്റ് ആണെങ്കിലും അബ്രാണെങ്കിലും ഒക്കെ അവിടെ രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മൾ വെള്ളിനെ കുറിച്ചാണ് പറഞ്ഞത്. അടുത്തത് ചെമ്പ് എന്ന് പറയുമ്പോൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളെ വീട്ടിലൊക്കെ വയറിങ്ങിന് ചെമ്പാണല്ലോ ഉപയോഗിക്കുക. അതായത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിലെ ചാലകമായിട്ട് ഉപയോഗിക്കുന്നു. ചെമ്പ് എന്ന് പറഞ്ഞാൽ കോപ്പറാണ്. കോപ്പർ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? കോപ്പ് എന്ന് പറയാം, അല്ലെ? മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. കോപ്പറിന്റെ ഖനനം ഏറ്റവും കൂടുതൽ മധ്യപ്രദേശിലാണ്. ഇനി മറ്റ് സംസ്ഥാനം എന്ന് പറയുന്നത് രാജസ്ഥാൻ, ജാർഖണ്ഡ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിലും രാജസ്ഥാൻ, ജാർഖണ്ഡ് ഉണ്ടായിരിക്കും. ബോക്സൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലുമിനിയം ആണ്. എന്തിനാണ് മെയിൻ ആയിട്ട് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്? ഗാർഹിക ഉപകരണങ്ങളും അതുപോലെ തന്നെ വൈദ്യുത ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കാൻ, ഉപയോഗിക്കുന്ന ആണ് മെയിൻ ആയിട്ട് ബോക്സൈറ്റ് ഉപയോഗിക്കുന്നത്. ബോക്സൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബോക്സിലെ നമ്മൾ ബോക്സുമേൽ കയറിയിരിക്കുന്നു. എവിടെയാണ്? ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓടിപ്പോയിട്ട് എവിടെ കയറിയിരിക്കും? ആ ബോക്സുമേൽ കയറിയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ അതായത് നമ്മൾ ഒഡീഷയിൽ ഏതൊക്കെയാണ്? നിക്കല്, ബോക്സൈറ്റ്, ഇരുമ്പ്, ഇത് മൂന്നും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. അപ്പൊ ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ്. മറ്റ് സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. അബ്രം എന്ന് പറയുമ്പോൾ അത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് അബ്രം ഉപയോഗിക്കുന്നത്. അബ്രത്തിനെയാണ് മൈക്ക എന്ന് പറയാം. അബ്രം വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത് അബ്രം. ഈ അബ്രം എന്ന് എഴുതുന്നതിന്റെ സ്പെല്ലിംഗ് എങ്ങനെയാണ്? ABRA. അബ്രം എന്ന് എഴുതുമ്പോൾ ABRA വരാം. അതേപോലെ തന്നെ ഏകദേശം ആന്ധ്ര എന്ന് എഴുതുമ്പോഴും ANDRA, അല്ലെ? മറ്റേത് ABRAയും ഇത് ആന്ധ്ര എന്ന് എഴുതുമ്പോൾ ANDRAയും. സ്പെല്ലിങ്ങിൽ കുറെ സിമിലാരിറ്റി ഇല്ലേ? അപ്പൊ ഈ അബ്രം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശാണ്. മറ്റ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ അത് രാജസ്ഥാനും ജാർഖണ്ഡും പിന്നെ ബീഹാറും. ഒന്നും കൂടിയും പറയാം. സ്വർണം നമുക്കറിയാം ആഭരണ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകം, അല്ലെ? അറിയുന്ന കാര്യമാണ്.
അടുത്തത് വെള്ളി. വെള്ളി എന്ന് പറഞ്ഞത് ആഭരണ നിർമ്മാണത്തിനാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ. ആഭരണ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫിയിലും ഉപയോഗിക്കുന്നുണ്ട്. ഇലക്ട്രോ പ്ലേറ്റിങ്ങിനും ഫോട്ടോഗ്രാഫിയിലും ഉപയോഗിക്കുന്നുണ്ട്. വെള്ളി ഏറ്റവും കൂടുതൽ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്കിയേ. വെള്ളി എന്ന് പറയുമ്പോൾ സിൽവർ സിങ്ക് അല്ലെ. സിങ്കം എവിടെയാണ്? രാജസ്ഥാനിലാണ് അല്ലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. സിൽവറും സിങ്കും ലെഡും ഇത് മൂന്നും ഏറ്റവും കൂടുതൽ രാജസ്ഥാനിലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ എന്തായാലും രാജസ്ഥാന് ജാർഖണ്ഡും കൂടി ഉണ്ടാവും അല്ലെ. ജാർഖണ്ഡ് എല്ലാത്തിന്റെ കൂടി ഉണ്ടാവണം. അപ്പൊ ജാർഖണ്ഡ്, രാജസ്ഥാന് ജാർഖണ്ഡ്, കർണാടക ഞാൻ പറഞ്ഞില്ലേ ആദ്യം തന്നെ. സ്വർണം, വെള്ളി, ഇരുമ്പ് ഇത് മൂന്നും കർണാടകത്തിലുണ്ട്. സ്വർണം, വെള്ളി, ഇരുമ്പ് ഇത് മൂന്നും കർണാടകത്തിലുണ്ട്. അപ്പൊ വെള്ളി ഉൽപ്പാദിപ്പിക്കുന്നത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് രാജസ്ഥാനാണ്. കൂടെ ജാർഖണ്ഡും കർണാടകവും ഉണ്ട്. ചെമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ചാലകമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചെമ്പ് എന്ന് പറഞ്ഞാൽ കോപ്പർ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? കോപ്പർ മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടെ ജാർഖണ്ഡും രാജസ്ഥാനും അല്ലെ. ജാർഖണ്ഡും രാജസ്ഥാനും എല്ലാത്തിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. ജാർഖണ്ഡും രാജസ്ഥാനും. അടുത്തത് ബോക്സൈറ്റ് എന്ന് പറഞ്ഞാൽ അലുമിനിയത്തിന്റെ അയിരാണ്. അപ്പൊ അലുമിനിയത്തിന്റെ അയിരാണ് ബോക്സൈറ്റ്. വിമാനം, വൈദ്യുത ഉപകരണങ്ങൾ, ഗാർഹിക ഉപകരണങ്ങൾ എന്നിവയിലെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വിമാനം അതുപോലെ ഗാർഹിക ഉപകരണങ്ങൾ, വൈദ്യുത ഉപകരണങ്ങൾ എന്നിവയ്ക്കായിട്ടെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? ഒഡീഷ അല്ലെ. നമ്മൾ ബോക്സുമേൽ ഓടിപ്പോയിരിക്കില്ലേ? അത് ഓർക്കാൻ പറഞ്ഞു. എന്തൊക്കെയാണ് ഒഡീഷയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? നിക്കല്, ബോക്സൈറ്റ്, ഇരുമ്പ് ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഒഡീഷയിലാണ് ബോക്സൈറ്റ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. മറ്റ് സംസ്ഥാനം എന്ന് പറയുമ്പോൾ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, മധ്യപ്രദേശ്. അബ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് അബ്രം ഉപയോഗിക്കുന്നത്. അബ്രം എന്ന് എഴുതുമ്പോൾ തന്നെ ആ സ്പെല്ലിങ് നമ്മുടെ ആന്ധ്ര എന്ന് പറഞ്ഞ ആ സ്പെല്ലിങ്ങിനോട് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട് അല്ലെ. അബ്രം എന്ന് എഴുതുന്നതും ആന്ധ്ര എന്ന് എഴുതുന്നതും നിങ്ങളൊന്ന് എഴുതി നോക്കാം. അപ്പൊ എവിടെയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്? അബ്രം ആന്ധ്രാപ്രദേശിലാണ്. പിന്നെ അത് കൂടാതെ രാജസ്ഥാനും ജാർഖണ്ഡും ഉണ്ട്, ബീഹാറും ഉണ്ട്. ഇനി അടുത്തത് ധാതു ഇന്ധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ധാതു ഇന്ധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ പെട്രോളിയം, കൽക്കരി ഇതൊക്കെയാണ് ധാതു ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകങ്ങൾ എന്നിവയാണ് പ്രധാന ഊർജ്ജ വിഭവങ്ങൾ. ഇവയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് പറയുന്നത്. ഫോസിൽ ഇന്ധനങ്ങൾ ഏതൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതകം ഇതിനൊക്കെയാണ് നമ്മൾ ഫോസിൽ ഇന്ധനങ്ങൾ എന്ന് വിളിക്കുക. അതിൽ ഏറ്റവും പ്രധാനം, ഇന്ത്യയിലെ ഏറ്റവും മുഖ്യമായിട്ടുള്ള താപോർജ്ജ സ്രോതസ് എന്ന് പറയുന്നത് കൽക്കരിയാണ്. ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് കൽക്കരിയാണ്. പ്രധാന വ്യാവസായിക ഇന്ധനമാണ് കൽക്കരി എന്ന് പറയുന്നത്. കൽക്കരി തന്നെ അതിന്റെ കൽക്കരിയുടെ കണ്ടന്റിനനുസരിച്ചിട്ട് പലതായി തിരിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട ഇടത്തരം കൽക്കരിയാണ് ഇന്ത്യയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അതിലെ കാർബണിന്റെ അളവിനനുസരിച്ചിട്ട്, കൽക്കരിയിലുള്ള കാർബണിന്റെ അളവിനനുസരിച്ചിട്ട് കൽക്കരിനെ തന്നെ പലതായി തിരിച്ചിട്ടുണ്ട്. അതിൽ ബിറ്റുമിനസ് വിഭാഗത്തിൽപ്പെട്ട കൽക്കരിയാണ്, അത് ഇടത്തരം കൽക്കരിയാണ്. അതാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കൽക്കരി ഏറ്റവും കൂടുതലുള്ളത് പശ്ചിമ ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ ജാർഖണ്ഡാണ്. കൽക്കരി ഏറ്റവും കൂടുതൽ ജാർഖണ്ഡിലാണ്. അപ്പൊ നമ്മൾ കൽക്കരി എന്ന് എഴുതുമ്പോൾ കല്ല്, അരി അല്ലെ. കൽക്കരി അതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കല്ല്, അരി. പണ്ടൊക്കെ നമ്മൾ അരി കല്ലിലാണ് ആട്ടിയിരുന്നത്. ഇപ്പൊ നമ്മളോ മിക്സിയുടെ ജാറിലാണ് ആട്ടുന്നത് അല്ലെ. കൽക്കരി എന്ന് പറയുമ്പോൾ അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ കല്ല്, അരി എന്നല്ലേ കിട്ടാം. അപ്പൊ പണ്ട് നമ്മൾ അരി കല്ലിലാണ് അരച്ചിരുന്നത് അല്ലെങ്കിൽ ആട്ടിയിരുന്നത്. ഇപ്പൊ ജാറിലാണ് അല്ലെ. അപ്പൊ കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡാണ്. അങ്ങനെ ഓർക്കാലോ. പണ്ട് അരിയിലാണ് നമ്മൾ ആട്ടിയിരുന്നത്, ഇപ്പോൾ ജാറിലാണ്. അപ്പൊ കൽക്കരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. ഏറ്റവും കൂടുതൽ ജാർഖണ്ഡാണ്. അതിന്റെ ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, ഒഡീഷയുണ്ട്. അതൊക്കെ ഓർത്തിരിക്കാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ എവിടെയാണ് കൽക്കരി ഉൽപ്പാദിപ്പിക്കുന്നത്? ജാർഖണ്ഡിലാണ് അല്ലെ. ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം എന്ന് പറയുന്നത്. ഏറ്റവും വലിയ കൽക്കരി പാടം ഏതാണ്? ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരി പാടം. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരി പാടം എന്ന് പറയുന്നത് റാണിഗഞ്ച് ആണ്. റാണിഗഞ്ച് പശ്ചിമ ബംഗാളിലാണ്. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് റാണിഗഞ്ച്. നമ്മൾ സാധാരണ ഈ തേനീച്ചക്കൂട്ടിലൊക്കെ റാണിമാരല്ലേ ഏറ്റവും ആദ്യം പോകാം അല്ലെ. റാണിക്കാണല്ലേ ഏറ്റവും ആദ്യത്തെ പരിഗണന കിട്ടാം. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഏറ്റവും ആദ്യത്തെ കൽക്കരിപ്പാടം റാണിഗഞ്ച് ആണ് പശ്ചിമ ബംഗാളിലെ. ഏറ്റവും ആദ്യത്തെ കൽക്കരിപ്പാടം റാണിഗഞ്ച്, പശ്ചിമ ബംഗാൾ. എന്നാൽ ഏറ്റവും വലിയ കൽക്കരിപ്പാടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം എന്ന് പറയുന്നത് അത് ജാർഖണ്ഡാണ്. അതേപോലെ തമിഴ്നാട്ടിലെ നെയ്വേലിയിലെ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നുണ്ട്. ലിഗ്നൈറ്റ് ബിറ്റുമിനസിനെക്കാട്ടും കുറച്ചും കൂടി ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്.
ലിഗ്നൈറ്റ് എവിടെയാണ് കാണപ്പെടുന്നത്? തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് കാണപ്പെടുന്നത്. ഈ ലിഗ്നൈറ്റ് എന്ന് പറയുന്നത് 60% കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിയാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ബിറ്റുമിനസ് എന്ന് പറഞ്ഞാൽ 70 മുതൽ 75% വരെ കാർബൺ അടങ്ങിയിട്ടുള്ള കൽക്കരിനെയാണ് ബിറ്റുമിനസ് എന്ന് പറയുന്നത്. 60% മാത്രം കാർബൺ അടങ്ങിയിട്ടുള്ളതാണ് ലിഗ്നൈറ്റ് എന്ന് പറയുന്നത്. ബിറ്റുമിനസ് എന്ന് പറയുമ്പോൾ അത് 70 മുതൽ 75% വരെ കാർബൺ അടങ്ങിയിട്ടുള്ളതാണ്. ഏറ്റവും നല്ല കൽക്കരി ഏതാണ്? അത് നമ്മുടെ ആന്ത്രസൈറ്റ് ആണ്. ആന്ത്രസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 90% മുകളിൽ 90% മുകളിൽ കാർബൺ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആന്ത്രസൈറ്റ് എന്ന് പറയും. മെയിനായിട്ട് നാലായിട്ടാണ് കൽക്കരിനെ നമ്മൾ ഈ കാർബണിന്റെ അളവ് വെച്ച് തിരിക്കുന്നത്. ഏറ്റവും ലോ ക്വാളിറ്റി എന്ന് പറയുന്നത് പീറ്റ് ആണ്. പിന്നെ ലിഗ്നൈറ്റ്, പിന്നെ ബിറ്റുമിനസ്, ആന്ത്രസൈറ്റ് അല്ലെ. ഏറ്റവും ക്വാളിറ്റി കൂടിയതാണ് ആന്ത്രസൈറ്റ്, 90% കൂടുതൽ. പിന്നെ ബിറ്റുമിനസ് എന്ന് പറയുമ്പോൾ 70 മുതൽ 75% വരെ കാർബൺ അല്ലെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിറ്റുമിനസ് എന്ന് പറയും. അതാണ് ഇന്ത്യയിൽ കൂടുതലുള്ളത്. പിന്നെ ലിഗ്നൈറ്റ് ആണ് നമ്മുടെ ഇവിടെ തമിഴ്നാട്ടിൽ കാണുന്നത്. അതിൽ 60% കാർബണാണ് അടങ്ങിയിട്ടുള്ളത്. ഏറ്റവും ലോ ക്വാളിറ്റിയാണ് പീറ്റ് എന്ന് പറയുന്നത്. കൽക്കരി ഒന്നും കൂടി പറയാം, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മപ്പെടുത്താം. അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. കൽക്കരി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ മുഖ്യ താപോർജ്ജ സ്രോതസ് കൽക്കരിയാണ്. ഇന്ത്യയിൽ ഏത് കൽക്കരിയാണ് കൂടുതലായി കാണപ്പെടുന്നത്? ഇടത്തരം നിലവാരത്തിലുള്ള ബിറ്റുമിനസ് കൽക്കരി അല്ലെ. ഏറ്റവും നിലവാരം കൂടിയ കൽക്കരി എന്ന് പറയുന്നത് ആന്ത്രസൈറ്റ് ആണ്. 90% അധികം കാർബൺ കണ്ടന്റ് ഉള്ള ആന്ത്രസൈറ്റ് ആണ് ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള കൽക്കരി. പക്ഷെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഇടത്തരം നിലവാരത്തിലുള്ള ബിറ്റുമിനസ് കൽക്കരിയാണ്. പിന്നെ ഏറ്റവും ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ കൽക്കരി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കല്ല് പണ്ട് അരിയിലാണ് അരി പണ്ട് കല്ലിലാണ് അരച്ചിരുന്നത്, ഇപ്പൊ ജാറിലാണ്. അപ്പൊ കൽക്കരി ഉൽപാദനത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് കൂടാതെ പിന്നെ ഛത്തീസ്ഗഡ് ഉണ്ട്, പശ്ചിമ ബംഗാൾ ഉണ്ട്, ഒഡീഷയുണ്ട്. ഈ ജാർഖണ്ഡിലെ ജാറിയയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം. ജാർഖണ്ഡിലെ ജാറിയയാണ്. എന്നാൽ ഇന്ത്യയിലെ ആദ്യത്തെ കൽക്കരിപ്പാടം പശ്ചിമ ബംഗാളിലെ റാണിഗഞ്ച് ആണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ നെയ്വേലിയിൽ ലിഗ്നൈറ്റ് എന്ന ഇന്ധനക്ഷമത കുറഞ്ഞ കൽക്കരി കാണപ്പെടുന്നു. ഇത്രയൊക്കെ അല്ലേ. അടുത്തത് പെട്രോളിയവും പ്രകൃതിവാതകവും. പെട്രോളിയം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ, റോഡ്, റെയിൽ, വ്യോമ ഗതാഗത മേഖലയിൽ അല്ലെ. റെയിൽ ഗതാഗതത്തിന്, വ്യോമ ഗതാഗതത്തിനൊക്കെ മുഖ്യമായിട്ടുള്ള ഊർജ്ജ സ്രോതസ് ഏതാണ്? പെട്രോളിയമാണ്. മുഖ്യ ഊർജ്ജ സ്രോതസ് പെട്രോളിയമാണ്. അത് കൂടാതെ ഈ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ രാസവളങ്ങള്, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ വിവിധ തരം ഉപ ഉൽപ്പന്നങ്ങൾ ഈ പെട്രോളിയത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ പെട്രോളും ഡീസലും മാത്രമല്ല പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നത്, അത് കൂടാതെ രാസവളങ്ങൾ, കൃത്രിമ റബ്ബർ, കൃത്രിമ നാരുകൾ, വാസലിൻ തുടങ്ങിയ ഉപ ഉൽപ്പന്നങ്ങളും പെട്രോളിയത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇന്ത്യയിൽ നമ്മൾ അടുത്ത പഠിക്കുക, ഇന്ത്യയിൽ ഏറ്റവും ഈ പെട്രോളിയം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം അല്ലേ. സാധാരണ ഈ നമുക്കറിയാലോ, കുവൈത്ത് പോലുള്ള അറബ് രാജ്യങ്ങളിലേക്കാണ് പെട്രോൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അതൊക്കെ മരുഭൂമിയല്ലേ. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഒരു മരുഭൂമി എവിടെയാണ്? രാജസ്ഥാനിലല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇപ്പൊ നിലവിലത്തെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നിലവിൽ രാജസ്ഥാനിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദനം. അതിനുശേഷം ഗുജറാത്ത്, പിന്നെ വരുന്നത് ആസാമാണ്. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ ആസാം കണ്ടിട്ടുണ്ടാവും. അതിപ്പോൾ കറന്റ്ലി പറയുമ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ രാജസ്ഥാനിൽ, പിന്നെ ഗുജറാത്തിൽ, പിന്നെ ആസാമിലാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമ്മുടെ ആസാമിലെ ഡിഗ്ബോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ പെട്രോളിയം ഖനനം. ആദ്യമായിട്ട് ഇന്ത്യയിൽ പെട്രോളിയം ഖനനം ചെയ്ത് ആസാമിലെ ഡിഗ്ബോയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടെന്ന് പറയുന്നത് മുംബൈ ഹൈ ആണ്. മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ് ഏറ്റവും വലുത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കൽക്കരിപ്പാടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ, ഏറ്റവും ആദ്യത്തെ കൽക്കരിപ്പാടം റാണിഗഞ്ച് ആണ്. പക്ഷെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം ജാർഖണ്ഡിലെ ജാറിയയാണെന്ന് പറഞ്ഞു അല്ലെ. അതേപോലെ തന്നെ ആദ്യമായിട്ട് പെട്രോളിയം ഖനനം ചെയ്തത് എവിടെ നിന്നാണ്? ആസാമിലെ ഡിഗ്ബോയിൽ നിന്നാണ് പെട്രോളിയം ഖനനം ചെയ്തത് ആദ്യമായിട്ട്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണപ്പാടം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈ ആണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഓൾറെഡി, കാരണം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC പലതവണ ചോദിച്ചിട്ടുള്ളതാണ്.
പെട്രോളിയം ഖനനത്തോടൊപ്പം ലഭിക്കുന്ന ഇന്ധനമാണ് പ്രകൃതിവാതകം. ചിലയിടങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായിട്ടും കാണപ്പെടാറുണ്ട്, പ്രത്യേകിച്ച് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. പെട്രോളിയം ഖനനത്തോടൊപ്പം തന്നെ ലഭിക്കുന്ന ഒരു ഇന്ധനമാണ് പ്രകൃതിവാതകം എന്ന് പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ഈ പ്രകൃതിവാതക നിക്ഷേപം മാത്രമായിട്ടും കാണപ്പെടാറുണ്ട്. അതിന് ഉദാഹരണമാണ് തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ. അടുത്തത് ആണവ ധാതുക്കളെ കുറിച്ചിട്ടാണ്. ആണവ ധാതുക്കൾ എന്ന് പറഞ്ഞാൽ യുറേനിയം, തോറിയം അല്ലെ, യുറേനിയം, തോറിയം ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ആണവ ധാതുക്കൾ. ജാർഖണ്ഡ്, രാജസ്ഥാന്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിൽ സമ്പന്നമായിട്ടുള്ള യുറേനിയം നിക്ഷേപമുണ്ട്. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളുടെ തീരപ്രദേശങ്ങളിലെ മോണസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പൊ യുറേനിയത്തിന്റെ നിക്ഷേപം എവിടെയാണ് കൂടുതലായിട്ടുള്ളത്? യുറേനിയം ജാർഖണ്ഡ്, രാജസ്ഥാന്, മഹാരാഷ്ട്ര. ഞാൻ പറഞ്ഞില്ലേ, ജാർഖണ്ഡും രാജസ്ഥാനും ഒട്ടുമിക്ക ധാതുക്കളുടെയും കൂടെ ഉണ്ടാവും, ജാർഖണ്ഡും രാജസ്ഥാനും. അപ്പൊ യുറേനിയം നിക്ഷേപം, സമ്പുഷ്ടമായിട്ടുള്ള യുറേനിയം നിക്ഷേപം എവിടെയാണ്? രാജസ്ഥാന്, ജാർഖണ്ഡ്, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ്. കേരളത്തിലും തമിഴ്നാട്ടിന്റെയും തീരങ്ങളിൽ കാണപ്പെടുന്ന മോണോസൈറ്റ്, ഇൽമനൈറ്റ് എന്നീ ധാതുക്കളിൽ നിന്നും തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ആണവോർജ നിലയങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കാറുള്ളതാണ്. താരാപൂർ, മഹാരാഷ്ട്ര അല്ലെ, ഇത് തന്നിട്ട് എവിടെ നിന്നാണ്, ഏത് സംസ്ഥാനത്താണെന്ന് ചോദിക്കാറുണ്ട്. താരാപൂർ മഹാരാഷ്ട്ര. താരങ്ങൾ എന്ന് നമ്മൾ പറയാ മഹാന്മാരായിട്ടുള്ള വ്യക്തികളല്ലേ അല്ലേ, താരങ്ങൾ എന്നൊക്കെ പറയാം. അപ്പൊ താരാപൂർ എന്ന് പറയുമ്പോൾ മഹാനാണ് അദ്ദേഹം. അപ്പൊ താരാപൂർ മഹാരാഷ്ട്ര. റാവത്ത് ഭട്ട രാജസ്ഥാനാണ്. റാവത്ത് ഭട്ട രാജസ്ഥാൻ. നമ്മളിപ്പോ റാവത്ത് ഭട്ട എന്ന് എഴുതുമ്പോഴും ആറിലാണല്ലേ ആരംഭിക്കുക, അതേപോലെ തന്നെ രാജസ്ഥാനും ആറിലല്ല, അങ്ങനെ ഓർത്താൽ മതി, വേറൊന്നും അങ്ങനെ ഇല്ല. അപ്പൊ റാവത്ത് ഭട്ട ആറിലാണ്. അപ്പൊ രാജസ്ഥാൻ 6. പിന്നെ കൽപ്പാക്കം, കൂടംകുളം നമുക്കറിയാം, തമിഴ്നാടാണ്. കൽപ്പാക്കം, കൂടംകുളം തമിഴ്നാടാണ്. കൈഗയും അറിയാലോ, കൈഗ കർണാടക. കാക്രപ്പാറ ഗുജറാത്ത്. നറോറ ഉത്തർപ്രദേശ്. നറോറ ഉത്തർപ്രദേശ്. താരാപൂർ എന്ന് പറയുമ്പോൾ താരം, മഹാന്മാരാണല്ലേ സാധാരണ താരങ്ങളായി മാറുന്നത്. അപ്പൊ താരാപൂർ മഹാരാഷ്ട്ര. റാവത്ത് ഭട്ട 6 ആരംഭിക്കുന്നത്. അപ്പൊ രാജസ്ഥാന്. റാവത്ത് ഭട്ട രാജസ്ഥാന്. കൽപ്പാക്കം, കൂടംകുളം നമുക്കറിയാം, തമിഴ്നാടാണെന്ന്. കൈഗ കർണാടക അറിയാം. അതിൽ കാക്രപ്പാറയും നറോറയും നോർത്ത് വെച്ചാൽ മതി. കാക്രപ്പാറ ഗുജറാത്താണ്. ഗുജറാത്ത്, അതായത് ഇപ്പൊ ഗുജറാത്ത് എന്ന് പറയുമ്പോൾ രാത്ത് വരുന്നില്ലേ, രാത്രിയിൽ ഈ കാക്കകളൊക്കെ പാറയുടെ ഉള്ളിലാണ് കൂടുണ്ടാക്കുക, അല്ലെങ്കിൽ അവിടെയാണ് താമസിക്കുക, എന്തെങ്കിലുമൊക്കെ ഓർത്ത് വെക്കുക. കാക്രപ്പാറ ഗുജറാത്ത്. നറോറ ഉത്തർപ്രദേശ്. അടുത്തത് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് ഉണ്ടല്ലേ. പാരമ്പര്യ ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പെട്രോളിയം, കൽക്കരിയൊക്കെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളാണ്, നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയത് അല്ലെ. പാരമ്പര്യമായത് കിട്ടിയത് ഇനി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? പാരമ്പര്യമായി കിട്ടിയതാണ്. ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലേ, പട്ടും വളയും, പണ്ടത്തെ രാജാവ് തന്ന പട്ടും വളയൊക്കെ, അതൊക്കെ നമുക്ക് പാരമ്പര്യമായി കിട്ടിയതാണ്. പിന്നെ അത് നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ അത് നശിച്ചില്ലേ, പാരമ്പര്യമായി കിട്ടിയത്. അന്ന് പറഞ്ഞ പോലെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ അത് പണ്ട് നിന്ന് കിട്ടിയതാണ്. ഇനി അത് നശിച്ചു പോയാൽ പിന്നെ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യമല്ല. പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും. അതാണ് സൗരോർജ്ജം, അതുപോലെ തന്നെ നമ്മൾ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്, തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്നത്, അതൊക്കെ എന്താണ്? അതൊക്കെ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുമാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ. പിന്നെ അടുത്തത് ഗതാഗതത്തെ കുറിച്ചാണ് പറയുന്നത്. ഗതാഗതം തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഗതാഗതം അത്യാവശ്യം നന്നായിട്ട് എടുക്കാനുണ്ട്. റെയിൽ ഗതാഗതം, അതുപോലെ തന്നെ ജലഗതാഗതം, അതൊക്കെ നമുക്ക് മാക്സിമം കോഡ് വെച്ച് പറയാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നതോടൊപ്പം നിങ്ങൾ മാക്സിമം പഠിക്കണം. ഇപ്പൊ തന്നെ പഠിച്ചു പോകണം എന്ന് വെച്ചിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്താണ് പറയുന്നത്. ഇതൊരു റിവിഷൻ ക്ലാസ് ആയിട്ടല്ല എടുക്കുന്നത്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇന്ന് തന്നെ എൻ്റെ ഒപ്പം പഠിച്ചു പോകാനായിട്ടുള്ള ക്ലാസ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ക്ലാസ് കുറച്ചും കൂടിയും സ്ലോ ആയിരിക്കും. ചിലർക്കൊക്കെ അതൊക്കെ ഓൾറെഡി പഠിച്ചിരിക്കുന്നവർക്ക് കുറച്ച് ബോറായിരിക്കും. എങ്കിലും നിങ്ങൾ ക്ഷമിക്കുക, പഠിക്കുന്നത് കാര്യങ്ങൾ നന്നായിട്ട് തറായിട്ട് തന്നെ പഠിച്ചു പോകാം. അപ്പം ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, എൻ്റെ ക്ലാസ്സിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല കോഡുകൾ ഉണ്ടാവും. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന കോഡല്ലാതെ നിങ്ങൾ പഠിച്ചിട്ടുള്ള നല്ല കോഡുകൾ ഉണ്ടെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യണം. അത് മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു എന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെ നിർത്തുന്നു. നന്ദി.